ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ നിലപാടറിയിച്ച് ഭാരതം. വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണം. മുഴുവൻ ബന്ദികളുടെ മോചനവും സാധ്യമാക്കണമെന്നും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതം നിലപാടറിയിച്ചു. The way ahead is clear and India has been consistent in this regard. The ongoing human suffering must not be allowed to continue. Humanitarian assistance needs to be facilitated in a safe, sustained and timely manner. There is no substitute to peace. A ceasefire must be put in place. All hostages must be released. Dialogue and diplomacy remain the only viable paths to achieving these objectives. There are no other fixes or solutions. ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇസ്രയേൽ ഗാസ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെ റോമിൽ ചർച്ചകൾ നടത്താൻ ആരംഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. റോമിൽ എത്തിയിരിക്കുകയാണ് സ്റ്റീവ് വിറ്റ്കോഫ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിർണായകമായ ഒരു നിലപാട് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് UN സെക്യൂരിറ്റി കൗൺസിലിലെ ക്വാർട്ടർലി മീറ്റിംഗിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഭാരതം കൃത്യമായൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് സമാധാനത്തിന് മറ്റൊരു ബദലില്ല, സമാധാനം മാത്രമാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളിലെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വെടിനിർത്തൽ ധാരണ നടപ്പാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ലോകം മുഴുവനും വെടിനിർത്തൽ വേണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുമ്പോൾ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുകയും സമാനമായ രീതിയിൽ തന്നെ മാനുഷികമായ സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം, ഹമാസിന്റെ ഒരു കടുംപിടുത്തത്തിൽ കൃത്യമായൊരു നിലപാട് ഭാരതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ബന്ദികളുടെ മോചനം സംബന്ധിച്ചാണ് ഹമാസ് ചില കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ എന്ന് തന്നെ പറയാവുന്ന നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാടുകളിൽ ഏറ്റവും പ്രധാനം ബന്ദികളുടെ മോചനം സംബന്ധിച്ചായിരുന്നു. 25ഓളം ബന്ദികൾ ജീവനോടെയും 24ഓളം ബന്ദികളുടെ മൃതദേഹങ്ങളും ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ബന്ദികളുടെ മുഴുവൻ മോചനവും സാധ്യമാക്കണമെന്നാണ് സുപ്രധാനമായും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഈ ആവശ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഭാരതം ആവശ്യപ്പെടുന്നതും ബന്ദികളുടെ മോചനവും വെടിനിർത്തലും അടിയന്തരമായി ഉണ്ടാകണമെന്ന് തന്നെയാണ്. ബന്ദികളുടെ മോചനം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ മുഴുവൻ ബന്ദികളുടെയും, ജീവിച്ചിരിക്കുന്നവരെയും അതുപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണമെന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഹമാസ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന 10 ബന്ദികളെയും 18 മൃതദേഹങ്ങളും വിട്ടുകൊടുക്കാമെന്ന നിലപാടാണ്. ഇതിനെയൊന്നും അംഗീകരിക്കുക സാധ്യമല്ല. സമാധാനത്തിന് വിഘ്നം വരുന്ന ഒന്നിനെയും അംഗീകരിക്കില്ല. മനുഷ്യന് ദുരന്തങ്ങളായി ബാധിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതത്തിന്റെ പ്രതിനിധിയെ അറിയിച്ചിരിക്കുന്നത്. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിൽ ഭാരതം നിലപാടറിയിക്കുന്നു. വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.